നിയമം ഞങ്ങൾ പാലിക്കുന്നു. ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം. ഇരുപത്തൊന്നിൽ ഊരിയവാൾ അറബിക്കടലിൽ താട്ടിയിട്ടില്ല. വാൽമുനയൊന്നും പോയിട്ടില്ല. ഉമ്മ ഞങ്ങളെ പോകുന്നേ. ദീനന്മാനം കാക്കാൻ അത്താഴത്തിന് വന്നില്ലെങ്കിൽ കരയുമ്മ കരയല്ലേ. അമിത് ഷാ നരേന്ദ്രമോദി കേൾക്കുന്നെങ്കിൽ കേട്ടോളൂ. ഗുജറാത്തല്ലിത് ആസാമല്ലിത്. യുപിയുമല്ല കാശ്മീരുമല്ല. കേരളമാണ് ഓർത്തോളൂ. കാലത്തിന്റെ കുളമ്പടി ശബ്ദം. കേട്ടുണരാതെ ഉറങ്ങുന്നവരെ വിളിച്ചുണർത്തും പ്രസ്ഥാനം. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും ഇതൊക്കെ കുറച്ച് കടന്നു പോകുന്നില്ലേ, ഇതിന്റെ പേരാണോ തീവ്രവാദം? എന്നാൽ ആ തീവ്രവാദം നമുക്ക് പഠിപ്പിച്ചതുകൊണ്ട് വിശുദ്ധ ഖുർആനാണ് മക്കളെ. വെട്ടിക്കളി നമുക്ക് അറിയാട്ടാ. വെട്ടിക്കളി ഞങ്ങൾക്ക് നിങ്ങളെ ഇപ്പൊ നിങ്ങൾക്കൊരു പവർ ഉണ്ടായതിന്റെ പേരിൽ നിങ്ങൾ വെട്ടി അല്ലേ? ഈ ഭൂമിയിൽ നിന്നല്ലേ വെട്ടിയത്? നിങ്ങളുടെ ഒരു ഈ ലിസ്റ്റിൽ നിന്നല്ലേ വെട്ടിയിട്ടുള്ളൂ. ഭൂമിയിൽ നിന്ന് വെട്ടിക്കളയുന്ന പരിപാടി ഞങ്ങൾക്കറിയാം. ാണ് ഇവിടെ ഈ കോരിച്ചെറിയുന്ന മഴയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി നടത്തിയാൽ ഇങ്ങനെ ഈ നിൽക്കുന്ന സഹോദരന്മാർ മഴ കൊള്ളാൻ തയ്യാറാവില്ല. ഒരു സംഘടനയുടെ പരിപാടി നടത്തിയാൽ തയ്യാറാവില്ല. പക്ഷേ ഇന്ന് നേരം നിൽക്കുന്നവരുടെ മഴ പെയ്താലും ഈ നിൽക്കുന്നവർ പ്രവാചകരുടെ ഇവിടെ നിൽക്കും. ഒരുപക്ഷേ ഇവിടെ നിന്ന് രക്തസാക്ഷികളാകേണ്ടി വന്നാൽ രക്തസാക്ഷികളാകാനും ഒരു തയ്യാറാവും. എന്നിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ഈ സമുദായത്തെ എന്തുകൊണ്ടാണ് നിയന്ത്രിച്ചു നിർത്തുന്നതെന്ന് ചോദിച്ചാൽ അത് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ നാടിന്റെ സമാധാനം നിലനിൽക്കാൻ വേണ്ടിയാണ്. ഈ നാടിന്റെ ഭാഷുരത നിലനിൽക്കാൻ വേണ്ടിയാണ്. ഈ നാടിന്റെ മതസൗഹാർദ്ദം നിലനിൽക്കാൻ വേണ്ടിയാണ്. ഈ നാട്ടിലെ ഗവൺമെന്റുകൾക്ക് ഭീഷണിയും പ്രശ്നങ്ങളും സൃഷ്ടിക്കരുതെന്ന് കരുതിയാണ്. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുതെന്ന് കരുതിയാണ്. ഈ നാട്ടിലെ കുഴക്കത്തിന്റെ വിത്തുപാകി വിട്ടപ്പഴക്ക് കബന്ധങ്ങൾ കൊന്നുകൂട്ടരുത് എന്ന് ഉദ്ദേശിച്ചതുകൊണ്ടാണ്. അല്ലാതെ ഞങ്ങളുടെ ഇരിക്കുന്ന നേതാക്കന്മാരൊക്കെ ബാൽത്താക്കറെ പോലെ വിവരംഗത്തവരായിരുന്നുവെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പറ്റി പറഞ്ഞ സെക്കൻഡുകൾക്കുള്ളിൽ ഇവിടെ ചോരപ്പുഴ ഒഴുകുമായിരുന്നു, ഇവിടെ മയ്യത്തുകൾ കൊന്നുകൂടുമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ നേതാക്കന്മാർ സമാധാനത്തിന് ആഹ്വാനം ചെയ്യുന്നു. എപ്പോഴാ ഈ പാതയിൽ ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾക്ക് രക്തസാക്ഷിത്വത്തിന്റെ പുണ്യമാണ് കിട്ടുന്നത് എന്ന വിശ്വാസമുള്ളപ്പോൾ ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളോട് പറയുന്നു, പരമാവധി ക്ഷമിച്ച് സഹിച്ച് സമാധാനത്തിന്റെ മാർഗം അവലംബിച്ച് സമരരംഗത്തിറങ്ങുക എന്ന്. ഇത് ഞങ്ങളുടെ നേതാക്കന്മാരോട് മാത്രമുള്ള ബഹുമാനമാ, വ്യവസ്ഥിതിയോടുള്ള ഭയം കൊണ്ടല്ല ഞങ്ങൾ സമാധാനപൂർവമായ മാർഗം സ്വീകരിക്കുന്നത് എന്നെല്ലാവരും മനസ്സിലാക്കണം. BBC പോലും റിപ്പോർട്ട് ചെയ്ത സദ്ദാം ഹുസൈൻ വധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മനാടായ തിക്രീത്ത് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും അധികം പ്രതിഷേധം നടന്നത് കേരളത്തിലാണ്. ഏറ്റവും അധികം ലോകത്ത് സാമ്രാജ്യത്വ വിരുദ്ധ മനോഭാവമുള്ളവർ കേരളത്തിലാണുള്ളത്. So this means ये है golden, ये हमारा मौका है. This is a golden opportunity. കേരളത്തിലെ മുസ്ലിമുകൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് കൂടി ഏറ്റവും സുവർണ കാലഘട്ടമാണത്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ശരിയാവില്ല.
അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോ മുസ്ലിം സമുദായം, പിന്നോക്ക സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടിയാൽ മതി, അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റും. പക്ഷെ അതിനുള്ള നേതൃത്വം വേണം. So that means, what I am trying to tell you is that the popular front should try to build up more leaders. എല്ലാവരും ഇപ്പൊ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അസ്ത്രങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. എപ്പോ അസ്ത്രം എങ്ങോട്ട് തൊടുത്തു വിടണം എന്നുള്ളതിനെ പറ്റി മാത്രമേ തർക്കമുള്ളൂ. കാരണം അത് വേണ്ടി വരും എന്ന് ഞാൻ മുമ്പ് താങ്കളുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. കോടതി വിധിയെ മാത്രമൊന്നും ആശ്രയിച്ചല്ല നിൽക്കുന്നത്. ജനങ്ങൾ കോടതിയുടെ ഭരണഘടനയുടെ മുകളിലാണ്. നമ്മൾ പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. ജനങ്ങൾ ഭരണഘടനയുടെയും കോടതിയുടെ മുകളിലാണ്. അപ്പൊ ജനഹിതമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് ഞാൻ വീണ്ടും പറയാം, നമുക്കറിയാം, ഇതിന് മുമ്പ് നമ്മൾ തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണ് ജനഹിതം. Modi will defeat them. Don't worry. We will win. India will win. Rahim Adi. Not Modi supporting. Not Modi supporting. Rahim Adi. Rahim Adi. നമ്മൾ ഈ സാഹോദര്യം ഉണ്ടല്ലോ, നമ്മുടെ ഭരണഘടനയെ അനുശാസിക്കുന്ന സാഹോദര്യം, ഇസ്ലാം കൊണ്ടുവന്ന സാഹോദര്യമാണ് ഭരണഘടനയിൽ അതേപോലെ അത് എഴുതി വെച്ചിരിക്കുന്ന കോമൺ ബ്രദർഹുഡ്, പൊതുവായ സാഹോദര്യം. ഈ സാഹോദര്യം, പൊതുവായ സാഹോദര്യം, അതാണ് നമുക്ക് വേണ്ടത്. എന്തിന്? ഇത്രത്തോളം മതവൈവിധ്യം ഉള്ളപ്പോ, ഭാഷാ വൈവിധ്യം ഉള്ളപ്പോ ഒന്നിച്ച് മുമ്പോട്ട് പോകാൻ. കോടതി അതിൽ എന്ത് പറഞ്ഞാലും നമ്മുടെ വൈകാരികമായ ഈ പ്രശ്നം, ജനങ്ങളുടെ വൈകാരികമായ ഈ പ്രശ്നം മാത്രമല്ല, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന് എന്നെ എഴുതി കാണിച്ചിട്ടാണ് രണ്ടാം കിടക്കാരാണ് എന്ന് കാണിച്ചിരിക്കുന്ന ഈ പ്രശ്നം വൈകാരികമായി നമ്മൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പ്രക്ഷോഭം, ഇത് ഗവൺമെന്റ് പിൻവലിക്കുന്നത്. मैं मुस्लिम हूँ, केरला मीडिया जाने दो भाई, जाने दो। मुस्लिम है, भाई जाओ जाओ जाओ, को नहीं है, जाओ भाई। भाई कोई ऐसी बात नहीं है, मैं मुस्लिम हूँ, मुस्लिम केरला है, देख लो मेरा आईडी भाई।